ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് യേശു പറഞ്ഞു. ഇന്ന് മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും വലിയ വിഷയം ഇത് തന്നെയാണ്, വിചാരപ്പെടുക. യേശു പറഞ്ഞു, വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം നീളം കൂട്ടാൻ കഴിയില്ല, നമ്മുടെ ഒരു മുടി കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ കഴിയില്ല. എന്നിട്ട് യേശു പറഞ്ഞു, കാക്കകളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കുന്നില്ല, വിചാരമില്ല, സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. വയലിലെ താമരയെ നോക്കൂ, നിൽക്കുന്നത് ചെളിയിലാണ്, എന്നാൽ പുറലോകത്തോട്ട് അത് വിരിഞ്ഞു നിൽക്കുന്നത് ചെളിയെ ആരും കാണുന്നില്ല, എന്നാൽ താമരയുടെ പൂവിനെ എല്ലാവരും കാണുന്നുണ്ട്. പുറലോകം കാണുന്നത് മനോഹാരിതയാണ്. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ശലോമോനേക്കാൾ ദൈവം അണിയിച്ചൊരുക്കിയ താമരയാണ് ബെസ്റ്റ് എന്ന് യേശു പറഞ്ഞു. എന്നാൽ താമരയേക്കാൾ ഭംഗിയായിട്ട് നിന്നെ ദൈവം അണിയിച്ചൊരുക്കുമെന്ന്, എന്നെ അണിയിച്ചൊരുക്കുമെന്ന്, സാമ്പത്തികമായി, ആരോഗ്യ നിലവാരങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ, ആത്മീകമായ ജീവിതത്തിൽ, അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ എല്ലാം കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ മതി. വിചാരപ്പെടുന്നവർ സ്വന്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സ്വന്തമായിട്ടല്ല, ദൈവത്തിൽ എല്ലാ വ്യാകുലങ്ങളും വിട്ടുകൊള്ളും. കാക്കയെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞത്, ഈ കാക്ക അതിന് വളരെ വെയിറ്റ് കുറവാണ്, കാക്ക തിന്നാത്ത ഒന്നുമില്ല, എല്ലാം കൊത്തി വലിച്ച് തിന്നും. എലിയെ തുടങ്ങി പുലിയെ വരെ അത് തിന്നും, അതിനെ ഏത് വേസ്റ്റ് കിട്ടിയാലും തിന്നും. കാക്ക തിന്നാത്തൊന്നുമില്ല, ഏത് സൈസ് ഇറച്ചിയും തിന്നും. എന്നാൽ കാക്കയ്ക്ക് കൊളസ്ട്രോൾ പിടിക്കില്ലെന്ന്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ ഈ വിചാരപ്പെടുന്നവർക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന്, വിചാരപ്പെടുന്നതിലൂടെയും കൊളസ്ട്രോൾ ഉണ്ടാകുമെന്നാണ് പുതിയ പരീക്ഷണങ്ങൾ പറയുന്നത്. അപ്പോൾ വെറുതെ എന്തിനാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്? പല പ്രാർത്ഥനകളും നമ്മൾ കിടന്ന് വിചാരപ്പെട്ട കാര്യങ്ങളാണ്. പല പ്രാർത്ഥനകളും ഇരുന്ന് പറയുന്നതെല്ലാം വിചാരങ്ങളാണ്, അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ വാചകങ്ങളും വിചാരത്തിൻ്റെ വാചകങ്ങൾ രണ്ടാണ്. പ്രാർത്ഥനയുടെ വാചകങ്ങൾ മുഴുവൻ വിശ്വാസമാണ്. എന്നാൽ നെഗറ്റീവ് കാര്യങ്ങളാണ് ഈ വിചാരങ്ങൾ എന്ന് പറയുന്നത്. അതിനെ ജയിക്കാനുള്ള ശേഷി യേശു നിങ്ങൾക്ക് തരും. യേശുവിൽ ആശ്രയിക്കുക. യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി അവൻ പുതിയ സൃഷ്ടിയാണ്. അവനിൽ വിചാരപ്പെടാനല്ല, വിശ്വസിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. വിശ്വസിക്കാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുവിൽ ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് എല്ലാ വിഷമങ്ങളും മറന്ന് യേശുവിനെ ആരാധിക്കാം. तुझे छोड़ में चल पड़ा, ढूंढने घर हर जगह, खोज में को गया, खुद को पहचाना सका, रहमत के दरिया में डुबाया मुझे, उससे सरिया बनाकर चलाया मुझे, रहमत के दरिया में डुबाया मुझे, उससे सरिया बनाकर चलाया मुझे। पापा पापा बेटा मैं तेरा, पापा पापा बेटा मैं तेरा।
तुझे छोड़ मैं जाऊंगा तू ही तो घर है मेरा नादा मुझे पता बेटा में था ही तेरा नजर तेरी कभी ना हटी महफूज हूँ तेरी परछाई में नजर तेरी कभी ना हटी महफूज हूँ तेरी परछाई में पापा पापा बेटा मैं तेरा पापा पापा बेटा मैं तेरा तेरी आंखों के पुतली हूँ पापा मैं आंखों के पुतली हूँ पापा तेरी आंखों के पुतली हूँ पापा तेरी आंखों के पुतली हूँ पापा पराया न हूँ मैं टुकराया न तूने शर्मिंदगी से निकाला है तूने पराया न हूँ मैं टुकराया न तूने शर्मिंदगी से निकाला है तूने गले लगा कर चूमा मुझे मेरा लता हटा कर लबादा दिया गले लगा कर चूमा मुझे मेरा लता हटा कर लबादा दिया पापा पापा बेटा मैं तेरा पापा पापा बेटा मैं तेरा तेरी आंखों के पुतली हूँ पापा मैं आंखों के पुतली हूँ पापा तेरी 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 आंखों की पुतली हूँ पापा तेरी आंखों की पुतली हूँ पापा तेरी आंखों की पुतली हूँ पापा യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ വരെ നമ്മൾ എത്തിയതാണ്. നമ്മൾ ഒടുവിൽ വായിച്ചത് അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിയിലേക്ക് എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് യേശു മാറിപ്പോയതും ശിഷ്യന്മാരുമായിട്ട് പോയി അവിടെ പാർത്തതുമാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഈ യഹൂദന്മാരുടെ ഈ പെസഹയിൽ യെരുശലേമിലേക്ക് യേശു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ വായിക്കുന്ന 57 വായിക്കുമ്പോൾ എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. ഭയങ്കര ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്, യേശുവിനെ പിടിക്കണം. എന്നാൽ യേശു തൻ്റെ പ്രവർത്തികളൊന്നും നിർത്തുന്നില്ല. യേശു
ചിലയിടത്തുനിന്ന് മാറിയെങ്കിലും ചിലയിടങ്ങളിൽ യേശു ആക്റ്റീവാണ്. പ്രത്യേകിച്ച് ലാസറിൻ്റെ വീടിനുള്ള ബന്ധത്തിൽ ഇപ്പോൾ നോക്കിയേ, ലാസർ ഉയർത്ത ശേഷം വീണ്ടും യേശു അവിടെ ചെന്നു. അതാണ് 12-ാം അധ്യായം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. ഇനി ഒരാഴ്ച പോലുമില്ല യേശുവിന് ഈ ഭൂമിയിൽ. മനുഷ്യ ശരീരത്തിൽ വസിക്കാൻ ഇനി സമയമില്ല. എന്നാൽ കർത്താവ് ലാസറിന്റെ വീട്ടിലേക്ക് വീണ്ടും വരികയാണ്. ആ വീട് കർത്താവിന് വളരെ പ്രിയപ്പെട്ടതാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് കുടുംബങ്ങൾ ഉണ്ടാക്കാനാണ്. അതായത് പൗലോസ് പറയുന്ന സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണഭൂതനായ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ, സ്വർഗത്തിൽ പേര് വരുവാൻ, മാന്യമായ പേര് വരുവാൻ, വിശുദ്ധൻ എന്ന പേര് വരുവാൻ, നീതിമാൻ എന്ന പേര് വരുവാൻ, ദൈവ മകൻ മകൾ എന്ന പേര് വരുവാൻ, ദൈവപുരുഷന്മാരെന്ന പേര് വരുവാൻ, അപ്പോസ്തലന്മാരൻ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാരെന്ന പേര് വരുവാൻ കാരണഭൂതനായ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. എല്ലാവർക്കും ഒരു പേര് വരികയാണ്. പേര്, സുവിശേഷം നമുക്ക് നല്ലൊരു പേര് കൊണ്ടുവന്നു. ആ പേര് സ്വർഗത്തിലെത്തി. ആ പേര് ഭൂമിയിലും മാന്യതയാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ ഒരു മാന്യതയുണ്ടല്ലോ, പോരാ. സ്വർഗത്തിൽ മാന്യത തരുന്ന അതേ ദൈവം തന്നെയാണ് ഭൂമിയിലും മാന്യത തരുന്നത്. സ്വർഗത്തിലൊരു വീടുണ്ടല്ലോ, അത് മതി. ഒരു സീസണിൽ ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത് അതാണ്. വാടക വീട്ടിലാണ്, വാടക കൊടുക്കാൻ പൈസയില്ല. എന്നാൽ പിന്നീട് മനസ്സിലായി, സ്വർഗത്തിൽ വീട് തരാൻ, ആ വീട് ഒരുക്കാൻ പോയവന് ഭൂമിയിലൊരു വീട് തരാൻ, തീക്കിരയായി നശിക്കാനുള്ള ഭൂമിയിലൊരു വീട് തരാൻ എത്രയോ സാധ്യതയാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാനാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീട് പണിത് പാർക്കണമെന്നുള്ളത് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള വലിയ ഉദ്ദേശമാണ്. ഇത് കേൾക്കുന്ന പലർക്കും സ്വന്തമായി വീടുകളില്ലാത്തവരുണ്ട്. ഈ സമയത്തൊന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ മനസ്സിൽ ആ വീട് കണ്ടേ. നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഭൂമിയിലെ വീട്, സ്വർഗത്തിലെ വീടൊന്നും കാണണ്ട, അതവിടെ ഉറപ്പാണ്. അതിൻ്റെ ഭാവനയൊന്നും കാണണ്ട. നിൻ്റെ പേരവിടെയുണ്ട്. എനിക്ക് നിനക്ക് വേണ്ടി കർത്താവ് അത് ഒരുക്കിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ഭാവനയിലല്ല, കർത്താവിൻ്റെ ഡിസൈനാണ്. നമ്മൾ ഭാവന കണ്ട സിമെൻറ്റും കമ്പിയാണ്. അവിടെ മുത്തുകളും രത്നങ്ങളും ആ നിലയിലുള്ള കാര്യങ്ങളാണ് അവിടുത്തെ. അതൊന്നും നമുക്ക് ഭാവന കാണാൻ പോലുള്ള ശേഷിയില്ല. പിന്നെ കർത്താവ് സ്വർഗം തുറന്ന് യോഹന്നാൻ പത്മോസിൽ കണ്ട പോലെ വെളിപ്പാട് കണ്ടാലേ ആ കാര്യങ്ങൾ കാണാൻ പറ്റും. എന്നാൽ നമുക്ക് നമ്മുടെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഒരു നല്ല വീട്, പ്രാർത്ഥിക്കാൻ പറ്റിയ വീട്, അടച്ചുറപ്പുള്ള വീട്, നല്ല കോമ്പൗണ്ടും സൗകര്യമുള്ള വീട്, 2-3 വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന, ഇടയ്ക്കൊരു മാങ്ങ പറിക്കാൻ പറ്റിയ, ഒരു ചക്ക ഇട്ട് തിന്നാൻ പറ്റിയ, തേങ്ങ ഇട്ട് അല്ലെങ്കിൽ കരിക്കിട്ട് കുടിക്കാൻ പറ്റിയ 5-6 വൃക്ഷങ്ങളുള്ളൊരു തെങ്ങ്, ഇതൊക്കെ ഭാവന കാണും. ഇതെല്ലാം ഈ ഭൂമിയിൽ നമ്മുടെ അവകാശമാണ്. കാരണം ലാസറിനൊരു വീടുണ്ടായതുകൊണ്ടാണ് യേശു ആ വീട്ടിലേക്ക് കൂടെ കൂടെ പോയത്. ലാസർ പാർത്ത ആ ഭവനം മാർത്തയുടെയും മറിയയുടെയും ഭവനം. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക്, അപ്പോൾ ഈ ഭൂമിയിലെല്ലാം കർത്താവിൻ്റെ ഇഷ്ടം അതായിരുന്നു. സക്കായിയോട് പറഞ്ഞു, സക്കായിയെ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവും. യേശു ഒരിക്കൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ പത്രോസിൻ്റെ അന്ത്രയോസിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഒരു മുറിയിൽ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയാണ്. യേശു അവിടെ ചെന്നു, കുനിഞ്ഞു, ജ്വരത്തെ ശ്വാസിച്ചു. ആ ജ്വരം, പനി അവളെ വിട്ടുമാറി. അവൾ കർത്താവിനെ ശുശ്രൂഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. യേശു അവളെ തൊട്ടു, പനി അവളെ വിട്ടു. ഒരു വീട്ടിൽ എന്നുള്ളത് കർത്താവിൻ്റെ പ്ലാനാണ്. സ്വർഗത്തിലെ വീട്ടിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ഈ ഭൂമിയിലും ഒരു വീടൊരുക്കി ഈ ഭൂമിയിൽ തന്നെ നമ്മെ
അതിനായി ഒരുക്കിയെടുത്ത് ആ നിത്യതയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് കർത്താവിൻ്റെത്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും സ്വന്തം ഭവനങ്ങൾ വേണം, പ്രാർത്ഥിക്കണം. ദൈവവചനം അത് പറയുന്നു. അല്ലാതെ അബ്രഹാം കൂടാരത്തിൽ പാർത്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിനക്ക് കൂടാരം ദൈവം തരും. എന്നാൽ വീട്ടിൽ പാർത്തു എന്ന് വിശ്വസിച്ചാൽ അപ്പോൾ അവർക്ക് കൂടാരങ്ങൾ, അവർ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു പ്രോഗ്രാം ഉള്ളവരാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ കൂടാരമൊക്കെ മതി, അല്ലെങ്കിൽ ഒരു വാടക വീട് മതി. കൂടാരം എന്ന് പറഞ്ഞ വാടക വീട്. എന്നാൽ ദൈവരാജ്യത്തിൽ നമുക്ക് നല്ല വീടുകൾ വേണ്ടേ? നമ്മളിതൊന്നും കൊണ്ടുപോകുന്നില്ല. എന്നാൽ ദേശത്ത് ദൈവത്തിന് വേണ്ടി ചില സാങ്കേതിക വിദ്യകൾ വേണം. ഒരു നല്ല ചർച്ച്, കൃപയാൽ പ്രൈസ് ജനറേഷന് നല്ല ചർച്ച് കിട്ടി. ഒരു വാടകക്കല്ലാതെ സ്വന്തമായിട്ട് ദൈവത്തിന് വേണ്ടി ഒരു കെട്ടിടം. നമുക്കൊരു ഭവനം ഉണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ളൊരു വീടാണ്. ഇതൊക്കെ എതിർക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ജോലിയാണത്. അവരെതിർക്കും തോറും നമ്മുടെ പ്രത്യാശയെ നമുക്ക് മുറുകെ പിടിക്കാം. ഈ എതിർക്കുന്നവരെല്ലാം നല്ല വീട്ടിൽ പാർക്കുന്നവരാണെന്നും കൂടി ഓർക്കണം. അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. നമുക്ക് കർത്താവിനെ കടന്ന് വിശ്വസിക്കാം. ലാസറിൻ്റെ വീട്ടിലേക്ക് ഇതാ 12:1 യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബദാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനെ ഒരത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. ലാസർ ഒരു വാക്കുപോലും പറഞ്ഞതായിട്ട് ബൈബിളിലില്ല. ലാസർ വെറുതെ ഇരുന്നാ മതി. ദൈവപ്രവർത്തി പ്രാപിച്ച വ്യക്തികൾ, ദൈവത്തിൻ്റെ വിടുതലുകൾ പ്രാപിച്ച വ്യക്തി, അവർ വെറുതെ നിന്നാ മതി. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം അല്ലേ? അപ്പോൾ യേശുവിനെ പോലെ തന്നെ ഈ ലാസർ അവിടെ നിശബ്ദമായി നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ കൂട്ടായ്മയിൽ ഒത്തിരി പേര് സഭയിൽ വന്ന് ഒരു വാക്ക് പോലും സംസാരിക്കാറില്ല. വന്ന് സ്തുതിച്ച് പാടി പ്രാർത്ഥിച്ചു പോകും. എന്നാൽ അവരവിടെ ഇരിക്കുമ്പോൾ അതൊരു വലിയ ചരിത്രമാണ്. അവരങ്ങനെ ഇരുന്നവരല്ല. നാറ്റം വെച്ച് കല്ലറക്കുള്ളിൽ പോകേണ്ട, അല്ലെങ്കിൽ അതോടെ തീർന്നു പോകേണ്ട വ്യക്തിയായിരുന്നു. എന്നാൽ യേശു കല്ല് ഉരുട്ടി മാറ്റാൻ പറഞ്ഞ് പുറത്തു കൊണ്ടുവന്ന വ്യക്തികൾ എത്രയോ പേർ ഇന്നിത് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ നിങ്ങൾ ജീവിക്കുന്ന സാക്ഷിയാണ്. നിങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവർ പറയും. സ്മിത്ത് വിഗിൽസ്വർത്ത് തന്നെക്കുറിച്ച് തൻ്റേതായ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. എന്നാൽ തന്നെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾക്ക് കയ്യും കണക്കുമില്ല. സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ പ്രസംഗങ്ങൾ എല്ലാം പുസ്തകങ്ങളായിട്ട് പലരും ഇറക്കി. എത്ര ഭയങ്കരമാണ്! വിശ്വാസത്തെക്കുറിച്ച് താൻ പറഞ്ഞതെല്ലാം പുസ്തകങ്ങളായി മാറി. യേശു ഒരു ബുക്ക് പോലും എഴുതിയില്ല, ഒരു പാട്ട് പോലും എഴുതി അല്ലെങ്കിൽ ഒരു ആൽബം ഉണ്ടാക്കിയില്ല. യേശു അതൊന്നും യൂട്യൂബിലൊന്നും ഇട്ടില്ല. അന്ന് യൂട്യൂബും ഇല്ല. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള പാട്ടുകൾ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കൊണ്ട് യൂട്യൂബുകളിലും മറ്റെല്ലാ മീഡിയകളും നിറഞ്ഞിരിക്കുകയാണ്. എന്താ കാരണം? യേശു ചെയ്ത കാര്യം അതാണ്. യേശു ചെയ്ത കാര്യം ഈ വീട്ടിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാക്യം വായിച്ചു. 9-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാര യേശുവിൻ്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണാനായിട്ടും കൂടെ വന്നു. ഇപ്പോൾ യേശുവിനെ മാത്രം കണ്ടാൽ പോരാ, ലാസറിനെയും കാണണം. ഇന്ന് ഞാൻ പറയുമ്പോൾ ചിലരോട് പരിശുദ്ധാത്മാ പറയുകയാണ്, നിങ്ങളുടെ ലാസറിനെ ലോകം കാണണം. നിങ്ങളുടെ വിടുതൽ തീർന്നു പോയെന്ന സ്ഥാനത്ത് നിങ്ങൾക്കുണ്ടായ വിടുതൽ, അതാണ് ലാസർ. യേശുവിനെ മാത്രം കാണിച്ചു കൊടുത്താൽ പോരാ, കൂടെ ലാസറിനെയും കാണിച്ചു കൊടുക്കണം. യേശുവിനെ കാണാൻ വരുന്നവർക്ക് ലാസറിനെയും കാണാൻ പറ്റണം.
ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കാണാൻ പറ്റണം. ആ അനുഭവങ്ങൾ ഉള്ളവരെ കാണാൻ പറ്റണം. ഇന്ന് പലപ്പോഴും സങ്കടങ്ങൾ, പരാതികൾ, മറുപടിയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് പലയിടത്തും കാണുന്നത്. എന്നാൽ സാക്ഷികൾ യേശുവിൻ്റെ ഒപ്പം നിൽക്കണം. ഇന്ന് 2-3 പേർ കൂടുന്നതിൻ്റെ നടുവിൽ യേശുവുണ്ട്. എന്നാൽ യേശു വിടുതൽ കൊടുത്ത ലാസർമാരും അവിടെ ഉണ്ടാകണം. യേശു ഉണ്ടോ, അവിടെ ലാസറുമുണ്ട്. ലാസർ ഉള്ളിടത്ത് യേശു വന്നിരിക്കും. ഇപ്പോൾ പ്രശ്നം ഇതൊന്നുമല്ല. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണാനായിട്ടും ഈ ജനത്തിരക്കാണ്, ഭക്തജനപ്രവാഹം എന്ന് പറയുന്ന പോലെ. അടുത്തത് 10-11. അവൻ ഹേതുവായി അനേക യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കിയാൽ ലാസറേയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. യേശുവിനെ മാത്രം കൊന്നാൽ പോരാ, ലാസറിനെയും കൊല്ലണം. അപ്പൊ ലാസറാണ് ബഥാനിയയിലെ വലിയ വാർത്ത. അതിന്റെ കാരണക്കാരൻ യേശുവാണ്. യേശുവിനെ കാണാൻ മാത്രമല്ല, ലാസറിനെ കാണാനും കൂടി ജനങ്ങൾ വരും. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ വിടുതലുകൾ, ദൈവം ചെയ്ത ഭയങ്കര വിടുതലാണ് നിങ്ങളുടെ വീട്ടിലെ ലാസർ. ഇപ്പോൾ പദ്ധതിയിടുകയാണ് നിങ്ങളുടെ വീട്ടിലെ വിടുതലുകളെ കൊന്നുകളയുക. ലാസറിനെയും കൊല്ലണം. ദൈവപ്രവൃത്തിയെ കൊല്ലാനായിട്ട് അധിപതികൾ കൂടി ആലോചിക്കുമ്പോൾ പിശാച് അതിൻ്റെ കമ്മിറ്റിയുമായിട്ട് രംഗത്ത് വരുമ്പോൾ ഇല്ല, യേശു പറഞ്ഞു, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കി 3-ാം നാളിൽ സമാപിക്കും. എൻ്റെ ശുശ്രൂഷയിൽ ലാസർമാർ എഴുന്നേറ്റ് വരും. ഇന്നും യേശുവിൻ്റെ ഒപ്പം നിൽക്കുന്ന ലാസർമാരുണ്ട്. അവരൊന്നും സംസാരിക്കേണ്ട, അവർ പ്രസംഗിക്കേണ്ട, എന്നെ പോലെ വാചാലനുമാകേണ്ട, വെറുതെ നിന്നാൽ മതി. അവരെ കാണുന്നവർ യേശുവിൽ വിശ്വസിക്കും. അപ്പോൾ ലാസറിനെ കാണിച്ചു കൊടുക്കുക. ഈ ലോകത്തിൽ ലാസറിനെ എല്ലാവരും കാണിക്കും. യേശുവിൻ്റെ ഒപ്പം ലാസർ നിൽക്കട്ടെ. എന്നാൽ ഇവിടെ അജണ്ട എന്ന് പറയുന്നത് ലാസറിനെ കൊല്ലണം. നിന്റെ വലിയ വിടുതലുകളെ, നിനക്ക് കിട്ടിയ വിടുതലിനെ ഇല്ലാണ്ടാക്കാൻ പിശാച് അണിയറയിൽ നോക്കുമ്പോൾ ഇല്ല, എൻ്റെ ലാസർ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. മരിച്ചത് യേശു മാത്രം. ലാസർ പിന്നെ രോഗിയായിട്ടൊക്കെ മരിച്ചു, ലാസറിനെ കൊന്നില്ല. അപ്പോൾ അതിനിടയിൽ വരുന്ന മരണങ്ങളെ നാം ക്യാൻസൽ ചെയ്യുന്നു. ലാസർ വെറുതെ നിന്നാ മതി. മാർത്തയേക്കാൾ മറിയേക്കാൾ ശക്തിയേറിയ ഒരു സന്ദേശമാണ് ലാസർ എന്നുള്ളത്. എല്ലാവരെയും ചലിപ്പിക്കുന്ന ഒരു സന്ദേശം വെറുതെ കയ്യും കെട്ടി നിൽക്കുന്ന ആ പന്തിയിലിരിക്കുന്ന ലാസറിലുണ്ട്. 1000 പ്രസംഗങ്ങൾ പറയണ്ട, വെറുതെ ലാസർ വന്നിരുന്നാൽ മതി. ഇതുപോലെ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ വിടുതൽ കിട്ടിയ ഒരു കൂട്ടം ജനം വന്ന് ഇരിക്കുമ്പോൾ തന്നെ അവിടെ ജനങ്ങൾ വരുന്നത് എന്തിനാണെന്നറിയാമോ? അങ്ങനെയുള്ളവരെ കൂടി കാണാനാണ്, യേശുവിനെ മാത്രമല്ല. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാകണം. യേശു ഉയർപ്പിച്ച ലാസറിനെ പോലെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും വെറുതെ കൈ കെട്ടിയിരിക്കുകയാണെങ്കിലും നിങ്ങളൊരു മെസ്സേജാണ്. നിങ്ങളുടെ വരവും ഇരിപ്പും പോക്കും കാണുമ്പോൾ പണ്ടേ തീർന്നു പോയതാണ്, എന്നിട്ട് ഇപ്പോഴും തീരാതെ നിൽക്കുന്നു. അതാണ് ലാസർ. ഒരിക്കലുണ്ടായതും ഏറ്റവും ഭീകരമായി തകർന്നു പോയതും, എന്നാൽ വീണ്ടും ജീവിച്ചതാ എല്ലാവരുടെയും ഒപ്പം പന്തിക്കിരിക്കുന്നു. എത്ര തകർന്നു പോയാലും, ആർക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്നാലും അവിടെ നിന്ന് എല്ലാം പുറത്തു വരും. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ വചനങ്ങൾ കേട്ടവർ, ഈ ആലോചനകൾ കേട്ടവർ വിടുതലും ആശ്വാസവും സൗഖ്യവുമുള്ളവരായി മാറട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവപ്രവൃത്തിയുടെ ദിനങ്ങളാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.